പുള്ളിയുടെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയും നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നാണ് പറഞ്ഞത്. പക്ഷെ പുള്ളിക്ക് അതിന് തീരെ ഗ്രാഹ്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിയുടെ ഓരോരോ ആ ഡ്രസ് ചെയ്യുന്ന രീതി, പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന രീതികളും ഒക്കെ. പുള്ളി ഒരു ലേബറെ പോലെ ഈ നമ്മള് മറ്റേ പാഴ്സൽ ടേപ്പില്ലേ, പാഴ്സൽ ടേപ്പ് ഒക്കെ നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ട് ഒറ്റ വലി വലിക്കില്ലേ, അതുപോലെയാണ് പുള്ളി പ്ലാസ്റ്റർ വലിച്ചെടുത്തത്. എന്റെ കാലിന്റെ ആ അടിയിൽ ഇങ്ങനെ തൊലി ഉണ്ടായിരുന്നല്ലോ, ഈ പൊള്ളിയിട്ടുള്ള തൊലിയില്ലേ, അത് മാറ്റാൻ വേണ്ടി പുള്ളി എടുത്ത സർജിക്കൽ ബ്ലേഡ് ആയിരുന്നു. ആ ബ്ലേഡ് പുള്ളി ഇത് ബാൻഡേഡ് വെച്ച് ഒട്ടിച്ച സമയത്ത് ബ്ലേഡും കൂടെ വെച്ചാണ് പുള്ളി ഒട്ടിച്ചത്. പുള്ളി അത് എത്തിച്ചില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഷാർപ്പായിട്ടുള്ള സാധനം വെളിയിലാണ്. അത് കാലിൽ കൊണ്ടില്ല. പക്ഷെ ഞാൻ കാലൊന്ന് ചരിച്ചിരുന്നെങ്കിൽ എന്റെ കാലിൽ അത് കുത്തി കയറി എന്റെ പരുവം ശരിയായേനെ. വീണ്ടും സിസ്റ്റത്തിനെതിരെ പരാതികൾ ഉയരുകയാണ്. ഇതിപ്പോൾ നെടുമ്പാശ്ശേരി സ്വദേശി പ്രീത എന്നാണ് അവരുടെ പേര്. അവര് കഴിഞ്ഞ ദിവസം ഈ തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ശബരിമലയിലേക്ക് ആ ഘോഷയാത്രക്കൊപ്പം പോയതാണ്. തുടർന്ന് അവരുടെ കാലിന് ചെറിയ പരിക്കുകൾ പറ്റി, ഏറെ ദൂരം നടന്നതിന്റെ ചില ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പമ്പയിലുള്ള ആശുപത്രിയിൽ അവർ എത്തുന്നത്. അവിടെ വെച്ച് ഈ കാലിന്റെ അടിഭാഗം പൊട്ടിയിരുന്നു. അത് ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ കയറി. അവിടെ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ഒരാളുണ്ടായിരുന്നു. അയാൾ ഈ തൊലി കട്ട് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചത്. പക്ഷേ ആ ബ്ലേഡ് കൂടി വെച്ചാണ് ഈ പിന്നീട് ആ ഡ്രസ്സ് ചെയ്ത് കൊടുത്തു വിട്ടത് എന്നുള്ളതാണ് പ്രീതയുടെ ആക്ഷേപം. പ്രീത അവിടെ വെച്ചത് ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് വീട്ടിലെത്തി ഇത് വീണ്ടും ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഊരിയപ്പോഴാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ സർജിക്കൽ ബ്ലേഡിന്റെ ഒരു കഷ്ണം അതിനകത്ത് ഇരിക്കുന്നത് കണ്ടത്. അത് അവിടെ വെച്ച് അതിനകത്തേക്ക് കയറിപ്പോയിരുന്നെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ, നമ്മൾ ഈ കാണുന്നതിനപ്പുറത്തേക്കുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിരുന്നാലേ. പ്രീത ഇപ്പോൾ DMO ഒക്കെ അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് കൃത്യമായ മറുപടി നൽകേണ്ടത്, എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ മറുപടി നൽകേണ്ടത് ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ അവിടുത്തെ പമ്പയിലെ അധികൃതരും ഒക്കെയാണ്. ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നത്. SK.